നമസ്കാരം. പാലാ നഗരസഭയിലേക്ക് നോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്ന് നടക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന കഥകളുണ്ടാക്കി ജനങ്ങളിൽ ആകാംക്ഷ നിറയ്ക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങളും കൂടെ കോൺഗ്രസിന് വേണ്ടി മാത്രം കൊള്ളൂത്ത് നടത്തുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും. പാലായിൽ ഒന്നും നടക്കുകയില്ലെന്ന് രാഷ്ട്രീയ ബോധമുള്ള മുഴുവൻ പേർക്കും അറിയാം. ഇടതുപക്ഷത്തിന്റെ 12 പേരുടെ കൂടെ സ്വതന്ത്രയായ മായ രാഹുലും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിമതപക്ഷത്തെ സ്ഥാനാർത്ഥിയും കൂടി ചേർന്നാൽ ഭൂരിപക്ഷം കിട്ടി ഭരണത്തിലേക്ക് കയറാം. വിമതപക്ഷത്ത് നിന്ന് ഒരാൾ ചെയർപേഴ്സൺ സ്ഥാനം കിട്ടുകയില്ലെന്നറിഞ്ഞപ്പോൾ മാതൃപേടകത്തിലേക്ക് തിരികെ പോയി എന്ന വാർത്ത. ആ വാർത്ത വന്നതോടുകൂടിയാണ് ഇനിയും ആരൊക്കെ തിരികെ പോകുമെന്ന ആശങ്ക ഉയർന്നു വന്നത്. ഒരു ലിസിക്കുട്ടി പോയതുകൊണ്ടൊന്നും കിളി പറന്നുയരുകയില്ല. വിമതർക്ക് ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ മാണി ഗ്രൂപ്പ് തന്നെ ചെയർപേഴ്സൺ സ്ഥാനം ചോദിച്ചു വാങ്ങുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അത് അന്തരീക്ഷത്തിൽ പരത്തുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവ് ബാലു പടവനും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും ആ വക പണവും വേണ്ട, അവകാശ പെണ്ണും വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്ത് 12 പേർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് കേവലം 2 പേരെ മാത്രം ലഭിച്ചാൽ മതി 26 അംഗ മുനിസിപ്പൽ കൗൺസിലിൽ ഭൂരിപക്ഷം കിട്ടാൻ. അതുറപ്പാക്കി തന്നെയാണ് പ്രതിപക്ഷം കരുക്കൾ നീക്കിയതും വിമതപക്ഷം കളം നിറഞ്ഞു നിന്നതും. വിമത കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന കോൺഗ്രസ് കണക്കൂട്ടൽ അസ്ഥാനത്താണെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. തൂക്കിലേറാൻ പോകുന്നവനോടും അവസാനത്തെ ആഗ്രഹം ചോദിക്കുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു നിയമ വ്യവസ്ഥിതി. വിപ്പ് യഥാസമയത്ത് കൊടുക്കാതെ ഒളിച്ചു കളിച്ച ജില്ലാ നേതൃത്വമാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ കൈ നനയാതെ മീൻ പിടിക്കാമെന്നായിരുന്നു കണക്കൂട്ടിയിരുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ പട അവർക്ക് ഭരണം പിടിച്ചെടുക്കുവാൻ തടസ്സം ഉണ്ടാക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ നേതൃത്വം കണക്കൂട്ടിയതുപോലെ വിമതർ എല്ലാവരെയും ഒരു ചരടിൽ കോർക്കുവാൻ സാധിച്ചില്ല. സ്വതന്ത്രരായി ജയിച്ച 3 പേരുടെ കാര്യമാണ് കഷ്ടം. ആ പെൺകുട്ടിയുടെ ഭാവിയാണ് അച്ഛനും കൊച്ചച്ഛനും കൂടി ഇല്ലാതാക്കിയത്. കളി അധികമായാലും ഇതുപോലെ തന്നെയായിരിക്കും ഫലം. ഒരു കുടുംബത്തിലെ 3 പേർക്ക് വിജയിക്കാൻ അവസരമുണ്ടാക്കി പാലാക്കാർ തന്നപ്പോൾ കുറച്ചുകൂടി എളിമയോടുകൂടി പെരുമാറണമായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആ കുട്ടിയെ അവരോധിച്ച കോൺഗ്രസിനോടും ഘടകകക്ഷികളോടും കുറച്ചുകൂടി ബഹുമാനമാകാമായിരുന്നു. അതെങ്ങനെയാ അപ്പൻ്റെ അഹങ്കാരം എവിടെ വരെ ചെന്ന് നിൽക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സൗഹൃദം സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് പാലായോ കേരളമോ പിടിച്ചടക്കാനുള്ള ത്രാണിയായി എന്ന് ചിന്തിക്കുന്നത് ഒരഹങ്കാരം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് ഇയാളുടെ വാഹനം പാർക്ക് ചെയ്തപ്പോൾ പിറകിൽ വന്ന വാഹനം പാർക്ക് ചെയ്തവനെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ പാലായിൽ പലരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലും മാന്യതയുടെ പുറത്താണ് അവരൊന്നും പുറത്തുകൂടാത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും അവരുടെ മാന്യതയും ക്ഷമകെട്ട് കഴിയുമ്പോൾ തീരും. ഏതായാലും മുഖ്യധാര മാധ്യമങ്ങളും കോൺഗ്രസിന്റെ പാണന്മാരും പറയുന്നത് പോലെ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അട്ടിമറിയും ഉണ്ടാകില്ല. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ തന്നെ മായ രാഹുൽ ചെയർപേഴ്സണായി സ്ഥാനമേൽക്കും. മായ രാഹുലിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് വിമതർക്കും ഇടതുമുന്നണിക്കും പ്രചോദനമായ ഒരു കാര്യം ഏതെങ്കിലും ഒരു കാരണവശാൽ ലംഘിച്ചുവെന്ന നിലയിൽ ഒരു വിധി വന്നു ചെയർപേഴ്സൺ രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വതന്ത്രയായി ജയിച്ച മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആകണം. സ്വതന്ത്രയ്ക്ക് വിപ്പ് ബാധകമല്ലല്ലോ.